നമസ്കാരം, എല്ലാവർക്കും ഫോട്ടോഷോപ്പ് ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറേസർ ടൂൾ, ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ, മാജിക് ഇറേസർ ടൂൾ. ഈ 3 ടൂളുകളാണ്. ഇത് 3ൻ്റെയും ഷോർട്ട് കട്ട് ആണ്. അപ്പോൾ ഞാൻ അതിൽ ആദ്യത്തെ ടൂളായിട്ടുള്ള ഇറേസർ ടൂൾ സെലക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇറേസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു ഒബ്ജക്റ്റിനെ മായ്ച്ച് കളയാൻ വേണ്ടിയിട്ട്, അതായത് ഇറേസ് ചെയ്ത് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇറേസർ ടൂൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് സൈസ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ലെഫ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റും റൈറ്റ് സ്ക്വയർ ബ്രാക്കറ്റും യൂസ് ചെയ്യാം. പിന്നെ ബ്രഷ്, പല ടൈപ്പ് ബ്രഷസ് ഉണ്ട്, അതെല്ലാം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇനി ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 3 മോഡ് തന്നിട്ടുണ്ട്: ബ്രഷ്, പെൻസില്, ബ്ലോക്ക്. ഞാൻ ആദ്യത്തെ മോഡിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറേസ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. ഓക്കെ, ഇതിപ്പോ ഇവിടെ വൈറ്റ് ആണ് തെളിഞ്ഞു വരുന്നത്. അപ്പൊ ഇതെന്തുകൊണ്ട് ഇങ്ങനെ കാണുന്നത്? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് ഈ ഇമേജ് ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഇവിടെ വൈറ്റ് തെളിഞ്ഞു വരുന്നത്. ഈ വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. ഇത് കണ്ടില്ലേ? ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ കളർ മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. റെഡിലേക്ക് മാറ്റി ഇറേസ് ചെയ്യുമ്പോൾ റെഡാണ് തെളിഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ ഇതിന് അൺഡു ചെയ്യണം. അതിനുശേഷം ഈ ബാക്ക്ഗ്രൗണ്ടിനെ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ലെയർ ആക്കി മാറ്റണം. ഓക്കെ, ഇതിപ്പോൾ ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇറേസ് ചെയ്യുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഇറേസ് ആയി പോയിക്കോളും. കണ്ടോ? ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ചിട്ട് ഇറേസ് ചെയ്ത് കാണിക്കാം. കണ്ടില്ലേ? അതുപോലെ തന്നെ ഫ്ലോ വേണമെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇവിടെ ഒരു ഓപ്ഷൻ കാണാം, ഇറേസ് ടു ഹിസ്റ്ററി കൊണ്ടൊരു ഓപ്ഷൻ കാണാം. ഒരു ടിക്ക് ഇടാനുള്ളൊരു കോളം ഉണ്ട്. ടിക്ക് ഇവിടെ ഓൺ ആക്കുന്നുണ്ട്. ഇത് എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഹിസ്റ്ററി ബ്രഷ് ടൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ഉപയോഗമാണ് ഇതിന് വരുന്നത്. അതായത് ഹിസ്റ്ററി ഇറേസ് ചെയ്ത് കളയാൻ പറ്റും. അതായത് അൺഡു ചെയ്തിട്ട് ഓരോ സ്റ്റെപ്പായിട്ട് ബാക്കിലേക്ക് വരുന്നതിന് പകരം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ ഹിസ്റ്ററി ഇറേസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ ജസ്റ്റ് മാറ്റിയാണ്. ഇപ്പോൾ ഒപ്പാസിറ്റി 30 കിടക്കുന്നത്, ഇവിടെ മാറ്റിയിട്ട് 100 തന്നെ ആക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് മാറ്റുമ്പോൾ കണ്ടില്ലേ, ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യം, അതായത് ആ ഹിസ്റ്ററിയാണ് അവിടെ ഇറേസ് ആവുന്നത്. കണ്ടോ? ഇമേജ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത ടൂളാണ് ബാക്ക്ഗ്രൗണ്ട് ഇറേസർ ടൂൾ. സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മേൽഭാഗത്ത് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ സെക്കൻഡ്, അതായത് സാമ്പിളിംഗ് വൺസ് എന്നുള്ള സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ലിമിറ്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് സെലക്ട് ചെയ്തു. അപ്പം ഈ ഒരു ടൂൾ വെച്ചിട്ട് ഒരു കളറിനെ, അതായത് ഇപ്പം ഈ ഒരു ഇമേജിൽ ഈ ബ്ലൂ കളർ മാത്രമായിട്ട് കളയണം നോക്കിയാൽ, സാധാരണ നമ്മൾ പെൻ ടൂൾ എടുത്ത് വരച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ പണിയുണ്ട്. അപ്പം അതൊന്നല്ല, ഈ ടൂൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഈ ബ്ലൂ കളർ റിമൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പം അതിനായിട്ട് നമ്മൾ ആദ്യം ഈ കളർ സാമ്പിൾ ചെയ്യണം. ഏത് കളറാണോ ഇറേസ് ചെയ്ത് കളയേണ്ടത് അതിന് സാമ്പിൾ ചെയ്യാം, അതായത് സെലക്ട് ചെയ്തെടുക്കുക. അപ്പം കീബോർഡിൽ ആൾട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ശേഷം ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഈ ബ്ലൂ കളർ സെലക്ട് ആയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഇറേസ് ചെയ്ത് പോയാൽ മതി. ഇത് കണ്ടില്ലേ? എത്ര പെട്ടെന്ന് ആ ബ്ലൂ കളർ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റി. ഇനി ഇതിനൊന്ന് നമ്മൾ സൂം ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് ആവില്ല വന്നിട്ടുണ്ടാവുക. ഇനി ഒന്നും കൂടെ വളരെ പെർഫെക്റ്റ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ അത് സാമ്പിൾ ചെയ്യാം. ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഒരു കളർ എടുക്കാം. ഇതിൻ്റെ എഡ്ജ് കണ്ടില്ലേ? എഡ്ജ് അത്ര പെർഫെക്റ്റ് അല്ല. അപ്പം ഇവിടെ നിന്ന് ഒന്നും കൂടെ കളർ സാമ്പിൾ ചെയ്തു. ഇനി ഈ പ്ലസ്സിൽ ഇപ്പം ഈ റൗണ്ടിൻ്റെ സെൻറ്ററിൽ ഒരു പ്ലസ് കാണാം, അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ബ്രഷിൻ്റെ സൈസ് കൂട്ടിയാൽ മതി, കുറച്ച് അധികം ഏരിയ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പോയാൽ മതി. അപ്പോൾ ആ കളർ ലാസ്റ്റ് നമ്മൾ സാമ്പിൾ ചെയ്തെടുത്തില്ലേ, ആ കളർ ഫുള്ളായിട്ട് റിമൂവിനുണ്ടോ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ടോളറൻസ് വാല്യൂ കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ടോളറൻസ് വാല്യൂ നമ്മൾ കൂട്ടിയിടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ പിക്ക് ചെയ്യുന്ന കളറില്ലേ അതൊന്നും കൂടെ ഡെപ്തിലേക്ക് കിട്ടും. അടുത്ത ടൂളാണ് മാജിക് ഇറേസർ ടൂൾ. നമ്മൾ മുന്നേ ഒരു മാജിക് ബാൻഡ് ടൂൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാജിക് ബാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേപോലത്തെ കളറിനെ പെട്ടെന്ന് സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് മാജിക് ബാൻഡ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മാജിക് ഇറേസർ യൂസ് ചെയ്യുന്നത് സിമിലർ കളറിനെ ഇറേസ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. സെലക്ട് ചെയ്തു. ഇത് നമുക്ക് ഈ ബ്ലൂ കളർ റിമൂവ് ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി.
ഇപ്പൊ അത്ര പെർഫെക്റ്റ് ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ ഞാൻ അൺഡു ചെയ്യുന്നുണ്ട്. ഇനി ഇതിന്റെ ടോളറൻസ് വാല്യൂ 100 ആക്കി. ഇനി ഒറ്റ ക്ലിക്ക് മതി. കണ്ടോ, ആ കളർ ഫുള്ളായിട്ട് റിമൂവ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിന്റെ ഒപ്പാസിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ 30 കൊടുക്കണം. അതിനുശേഷം ക്ലിക്ക് ചെയ്യുമ്പോൾ 30% കളർ ഇപ്പോൾ ഇവിടെ ഉണ്ട്. ഈ 3 ടൂളുകൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.